ഉന്നത സ്ഥാനലബ്ധി അനുമോദന യോഗം. കുടുംബത്തിലോ ഇടവകയിലോ ഉള്ള വ്യക്തികൾക്ക് ഉന്നത സ്ഥാനമോ പ്രമോഷനോ ലഭിക്കുമ്പോൾ അവരോടും അവരുടെ കുടുംബാംഗങ്ങളോടും ചേർന്ന് ദൈവത്തിന് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതും പ്രമോഷൻ ലഭിച്ചവരെ അഭിനന്ദിച്ച് അനുമോദിക്കുന്നതും നല്ലതാണ്. ഇളം തലമുറ സൗഹൃദപൂർവ്വം ഉത്സാഹപൂർവ്വം പ്രവർത്തിക്കുവാൻ അത് സഹായിക്കും. സമ്മേളന സ്ഥലത്ത് അല്ലെങ്കിൽ കുടുംബത്തിൽ തിരുഹൃദയത്തിൻ്റെ രൂപത്തിന് മുമ്പ് നിലവിളക്ക് കത്തിച്ചിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനാ ചൈതന്യത്തോടെ സമ്മേളിക്കുന്നു. അനുമോദിക്കുവാൻ പോകുന്ന വ്യക്തികൾക്ക് പ്രത്യേക സ്ഥാനം നൽകിയിരിക്കണം. നേതാവ് അഭിമുഖമായി ഏതാനും വാക്കുകൾ പറഞ്ഞുകൊണ്ട് കർമ്മം ആരംഭിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ. നിങ്ങൾക്ക് സമാധാനം, അങ്ങേക്ക് സമാധാനം. വിശുദ്ധ മത്തായി നമ്മളെ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം അധ്യായം 24, 45 മുതൽ 47 വരെ. ഈശോ അരുളി ചെയ്തു, യഥാസമയം വീട്ടിലുള്ളവർക്ക് ഭക്ഷണം നൽകുവാൻ യജമാനൻ കാര്യസ്ഥനായി നിയമിച്ചാക്കി വിവേകിയും വിശ്വസ്തനുമായ ഭൃത്യൻ ആരാകുന്നു? യജമാനൻ വരുമ്പോൾ തൻ്റെ ജോലിയിൽ വ്യാപൃതനായിരിക്കുന്ന ഭൃത്യൻ ഭാഗ്യവാനാകുന്നു. അദ്ദേഹം തൻ്റെ സ്വത്തുക്കളുടെ എല്ലാം കാര്യസ്ഥനായി അയാളെ നിയമിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ വിശ്വസ്തനായ കാര്യസ്ഥൻ്റെ അന്യോപദേശം അരുളി ചെയ്ത ദൈവഗുരുവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ സ്ഥാനത്തും നിയമിച്ചാക്കിയ ദിവ്യനാഥ, ഞങ്ങൾക്ക് അങ്ങയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാനും കർമ്മനിരതമായി വ്യാപരിക്കുവാനുള്ള ഭാവനം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കലപ്പയിൽ കൈവച്ചിട്ട് പിറകോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ എനിക്ക് യോജിച്ചവനല്ല എന്നും അല്പകാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരിക്കുന്നതിനാൽ നിന്നെ വലിയ കാര്യങ്ങൾ നിയമിക്കുമെന്നും കൽപ്പിച്ചരുളിയ കർത്താവെ, ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റുവാനുള്ള ഭാവന ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇന്ന് ഞങ്ങൾ അനുമോദിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന് നൽകിയിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം തുടർന്നും അദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങൾ ഇന്ന് അനുമോദിക്കുന്ന വ്യക്തിയുടെ അനുഗ്രഹീതമായ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഗുണകാംക്ഷികളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ യേശുവേ, സന്തോഷകരമായ ഈ അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളോട് കാണിച്ച ദയാവായ്പിനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഞങ്ങളുടെ മധ്യയിൽ നിന്ന് അങ്ങ് തിരഞ്ഞെടുത്ത് ഉയർത്തിയ അങ്ങേ ദാസനെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അങ്ങയുടെ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ ഈ ദാസനെ സംരക്ഷിക്കണമേ. അങ്ങയുടെ പൈതൃകമായ കരങ്ങളിൽ ഇയാളെ താങ്ങിക്കൊള്ളണമേ. അങ്ങയുടെ അനന്തമായ പ്രകാശത്താൽ ഇയാളെ നയിച്ചു കൊള്ളണമേ. ഉത്തമരായ ധാരാളം സുഹൃത്തുക്കളെയും ഉദാരമതികളായ ധാരാളം ഗുണകാംക്ഷികളെയും നൽകി അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും നിത്യസാനന്ദം അനുഭവിക്കുവാൻ ഇടവരുത്തണമേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.